5 മുട്ട കറി വെക്കുന്നതിന് ഞാൻ ഒരു വലിയ സവാള, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റുകയാണ്. വലുതായിട്ടൊന്നും വഴറ്റണ്ട, ഒരുവിധം ഒരു ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോഴേക്കും അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചെറിയ ടൊമാറ്റോ ആയിട്ട് ഇടുന്നത്. ഇതിന് മസാലയ്ക്ക് കാഷ്യൂനട്ട്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടെ അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നു. മറ്റൊന്ന് വഴണ്ട് കഴിയുമ്പോൾ ഇതെന്നിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തുനിന്നൊരു 80% എടുത്ത് ഞാൻ അരയ്ക്കാൻ പോവുകയാണ്. അതരയ്ക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ ഒരു 3/4 പാലിലാണ് ഞാനിതൊന്ന് അരയ്ക്കുന്നത്. ഒത്തിരി വേണ്ട, വളരെ കുറച്ച്. അപ്പോൾ ആ മിച്ചം കിടക്കുന്ന ആ ഉള്ളിക്കകത്തേക്ക് ഞാൻ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ച നമ്മുടെ പേസ്റ്റും കുറച്ച് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ കുഴച്ചിട്ട് ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇത് ചെറിയ ടൊമാറ്റോ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഷുഗറിൻ്റെ ഒരു കണ്ടൻറ്റ് പോലും ചേർക്കേണ്ട. ഇല്ലെങ്കിൽ ഞാൻ ഒരു നുള്ള് ശർക്കര ഇടും. ഇതിപ്പോൾ ഇതായതുകൊണ്ട് നല്ല കൊഴുപ്പും നല്ല എന്താ പറയുന്നത്, വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എൻ്റെ പിള്ളേരൊക്കെ കഴിച്ചിട്ട് കേട്ട് നോക്കും, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ടൊമാറ്റോയും ഇല്ലെങ്കിൽ മറ്റത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കാഷ്യൂനട്ട് ഞാൻ അരച്ച് ചേർത്തു, അതുകൊണ്ട് പിന്നെ തേങ്ങാപ്പാലും, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നെന്ന് യാതൊരു സംശയം കൂടെ അതെനിക്ക് പറയാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ നല്ല എന്താ പറയുന്നത്, പാലപ്പം ഉണ്ടാക്കി. പാലപ്പത്തിനും ഞാൻ വെളിച്ചെണ്ണ ചേർത്താണ് കുഴച്ച് വെച്ചത്. അതായത് അരി കുതിർത്തിട്ട് അതിനകത്ത് കുറച്ചെടുത്ത് കപ്പി കാച്ചി അതും സ്വല്പം പഞ്ചസാരയും ഈസ്റ്റും പിന്നെ എന്താ പറയുന്നത്, കുറച്ച് തേങ്ങായും എല്ലാം കൂടെ അരച്ച് ഒരു 8 മണിക്കൂർ പൊങ്ങാൻ വെച്ചു. അതിനുശേഷം എടുത്തപ്പം നല്ല പൊങ്ങിയിരുന്നു. ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് പാലപ്പം. ഈ വെളിച്ചെണ്ണ കുറച്ച് നല്ല ദിവസം ആട്ടി വെക്കുമ്പോഴേ തന്നെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വെച്ചാൽ നല്ല സോഫ്റ്റ്. എത്ര നേരം ഇരുന്നാലും ഈ പാലപ്പം ഹാർഡാകുകയില്ല. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. നല്ല സോഫ്റ്റ് പാലപ്പം, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ അതിനകത്തോടെ ഒരു കാര്യം കൂടെ ചേർത്തു. 2-3 ഏലക്കയുടെ അതിൻ്റെ തരി മാത്രം അതും കൂടെ അരച്ച് ചേർത്തു. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണവും കൂടെ ആയിരുന്നു ഈ പാലപ്പത്തിന് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. എൻ്റെ എന്താ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നേ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. എൻ്റെ പാലപ്പവും മുട്ടക്കറിയും അടിപൊളിയായിരുന്നു കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. എങ്ങനെയുണ്ട്? മുട്ടക്കറിക്ക് ഡിഫറൻസ് ഉണ്ടോ? ഭയങ്കര കോക്കനട്ട് ഫ്ലേവർ അരച്ചാണോ? ഞാൻ നട്ട്സ് ചേർത്തു. അതുകൊണ്ട് ഭയങ്കര ക്രീമി. വേറെ ഒന്നും ചേർത്തു. പിന്നെ വേണിയുടെ ഗ്രേപ്പ് ടൊമാറ്റോ. നല്ല നല്ല ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റ് കുറുമ കഴിക്കുന്ന പോലെ. കുറുമ. യാ, നല്ല ടേസ്റ്റ്. ഒന്നുണ്ടായി